ലൈവാണെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ. ഓക്കെ, ഹലോ, നമസ്കാരം എല്ലാവർക്കും. മറീനയാണ്. ഹായ്. ഇന്ന് പേജിൽ ലൈവ് പോകുമെന്ന് പറഞ്ഞിരുന്നു ഈ മലയാളത്തിൻ്റെ. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ലോക്ക്ഡൗൺ കാരണം നമ്മളെല്ലാവരും ഓരോരോ സ്ഥലങ്ങളിലാണല്ലേ, വീടുകളിലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെയാണ്. അപ്പം ഞാനിപ്പം കോഴിക്കോടാണ് ഉള്ളത്. നിങ്ങളെല്ലാവരെയും പോലെ നല്ലൊരു കോസിന് വേണ്ടിയിട്ട് ഞാനും വീട്ടിലിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ക്വസ്റ്റ്യൻസൊക്കെ വന്നു തുടങ്ങി. നിങ്ങളടുത്ത് കുറച്ച് സമയം ഇൻട്രാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലൈവ് വന്നിരിക്കുന്നത്. സോ എൻ്റെ ദിവസങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങളടുത്ത് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. ബേസിക്കലി സത്യം പറഞ്ഞാൽ ഒന്നും കാര്യമായിട്ട് ചെയ്യാനില്ല. അപ്പം ഞാൻ തന്നെ കുറച്ച് ആക്ടിവിറ്റി കണ്ടുപിടിച്ചത്, ഇപ്പോൾ ഇവിടെ ഷട്ടിൽ കളിക്കുന്നുണ്ട്, പിന്നെ അമ്മ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, അമ്മ എംബ്രോയ്ഡറി പഠിപ്പിച്ച് തന്ന അത് ചെയ്യുന്നുണ്ട്, സിനിമകൾ കാണുന്നുണ്ട്, പാട്ടുകൾ കേൾക്കുന്നുണ്ട്, അങ്ങനെ ദിവസങ്ങൾ പോകുന്നു. അപ്പോൾ എല്ലാവരും തന്നെയാണ് ചോദിക്കുന്നത് ക്വാറൻറ്റൈനായിട്ട് എന്താണ് പരിപാടി എന്ന്. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ചെയ്യാൻ പുറത്തു പോയി നമുക്കൊരു ആക്ടിവിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു. പിന്നെ അത് മാത്രമല്ല, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ കോഴിക്കോടാണ്, വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. കൊച്ചിയിൽ ഞാൻ മാത്രമായിട്ട് കൊച്ചിയിൽ താമസിക്കുന്നത്. പക്ഷേ വീട്ടുകാരുടെ കൂടെ ആകുമ്പോൾ അറിയാമല്ലോ അല്ലേ, കുറേ ദിവസം കൂടി നമ്മളെ കാണുന്ന സമയത്ത് കുറേ ഭക്ഷണം ഉണ്ടാക്കി തരലും അല്ലെങ്കിൽ വിശേഷങ്ങൾ ചോദിക്കലൊക്കെ ആവുന്ന സമയത്ത് പാമ്പറിങ് ഒക്കെ കൂടിയത് കാരണമാവണം, നല്ല തീറ്റയാണ്. അപ്പം അത്യാവശ്യം തടി വെച്ച് തുടങ്ങി. അപ്പം അതുകൊണ്ട് ഇപ്പോൾ കുറച്ചൊന്ന് വർക്കൗട്ടും ഡയറ്റൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് എന്ത് ചോദ്യം ചോദിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. പക്ഷേ മാക്സിമം നല്ല ചോദ്യങ്ങൾ ചോദിക്കണം എൻ്റെ അടുത്ത്. എന്നെ വിഷമിപ്പിക്കരുത്. കാരണം ഇപ്പോൾ തന്നെ നിങ്ങളെപ്പോലെ തന്നെ ഈ പറഞ്ഞ പോലെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് എന്ത് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടാവും സിനിമയുടെ കാര്യങ്ങളും, അല്ലെങ്കിൽ ബാക്കിയുള്ള എക്കണോമിക്കലി നമ്മളത് ഗ്ലോബലി തന്നെ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുകയാണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുകയാണെങ്കിലും എല്ലാവരും പറയണത് ഇത് കഴിഞ്ഞാൽ എന്ത്, സർവൈവൽ ഇനി എങ്ങനെയെന്നുള്ള കാര്യത്തിനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ കോൺഷ്യസ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെ പോലെ ഞാനും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഞാൻ അതിന് കുറച്ച് ആൻസേഴ്സ് നൽകാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വെയിറ്റ്. കുറേ പേര് ഹായ് പറയുന്നുണ്ട്. മനു, അഞ്ജുഷ്, ബിനു ഒക്കെ ഹായ് പറയുന്നുണ്ട്. ഓക്കെ, ഓക്കെ. സുഖമാണോ ചോദിക്കുന്നു. നൗഫൽ സുഖമാണ്. നൗഫൽ സുഖമായിട്ടിരിക്കുന്നു. വിഷ്ണു, ഹായ് വിഷ്ണു. ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും എൻ്റെ ഒരു വലിയൊരു ഹായ്. ആദ്യമേ സുഖമാണ്. രജീന, ഓക്കെ. വിഷ്ണുവിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു. പുതിയ പ്രോജക്റ്റ് ഏതൊക്കെയാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിലീസാവാൻ 2 സിനിമകളാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ഒന്ന് പിടികിട്ടാപ്പുള്ളി എന്ന് പറഞ്ഞിട്ടൊരു മൂവി, പിന്നെ അർജുൻ അശോകൻ്റെ മെമ്പർ രമേശൻ എന്ന് പറഞ്ഞ 2 സിനിമ കംപ്ലീറ്റ് ചെയ്തു. ഇനി ചെയ്യാനിരുന്നതെന്ന് പറയുന്നത് ഒരു നെറ്റ്ഫ്ലിക്സിലൊരു സീരീസാണ്, ഓപ്പൺ എയർ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് ഇപ്പം അറിയില്ല. കാരണം അവർ ബോംബെയിൽ നിന്നുള്ള ടീം ഇവിടെ വന്ന് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു സിറ്റുവേഷനിലായിരിക്കുന്നത് വിഷ്ണുവിനാണ് ഈ റിപ്ലൈ. ഓക്കെ, എനിവേസ്, നിങ്ങളുടെയൊക്കെ ലോക്ക്ഡൗൺ എങ്ങനെ പോകുന്നു, എന്താണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ സമയം ചിലവഴിക്കുന്നത് എന്നുള്ളതും, പിന്നെ നിങ്ങളുടെ അടുത്ത് നിന്ന് ടിപ്സ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. എന്തൊക്കെയാണ് സമയം എങ്ങനെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാം എന്നുള്ളത്. ഹായ് ജാഫർ, വിശ്വൻ, താങ്ക് യു സോ മച്ച് വിശ്വൻ. ഓക്കെ, ക്വസ്റ്റ്യൻസ്, ഐ വാണ്ട് ക്വസ്റ്റ്യൻസ്. നമുക്ക് കുറച്ചുകൂടെ ഇൻട്രാക്ട് ചെയ്തിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ. എല്ലാവർക്കും ഹായ്. രമ്യ, ഹായ് രമ്യ. ഓക്കെ, ഹായ് ദിലീപ്. രമേഷ് തല, ഹായ് അക്ക. ഹായ് രമേഷ്. ഓക്കെ ബിനു, ലോക്ക്ഡൗൺ നിങ്ങളെല്ലാവരും പോലെ തന്നെ വീട്ടിൽ പോസ്റ്റ് അടിച്ചിട്ട് പോകുന്നു.
ഓക്കെ. ബേസിക്കലി ഇപ്പം എന്തായാലും വീട്ടിൽ നിന്ന് ഒരാൾക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരാളിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പപ്പയാണ് പുറത്ത് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുന്നത്. എല്ലാവരും പോലെ സത്യവാങ്മൂലമൊക്കെ എഴുതി സെറ്റാക്കിയിട്ടാണ് പോകുന്നത്. ഒരുപാട് ദൂരമൊന്നും പോകാറില്ല. ഇവിടെ അടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോകുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും കുറച്ച് ദിവസം ലോക്ക്ഡൗണിൻ്റെ ആദ്യത്തെ കുറച്ച് ദിവസം ഒന്നും ചെയ്യാണ്ടിരുന്നു. പിന്നെ ഞാൻ ഇവിടെ അമ്മ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കുറച്ച് ഫാബ്രിക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സ്പീഡായിട്ട് എംബ്രോയ്ഡറി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എംബ്രോയ്ഡറി ചെയ്തിട്ട് പിന്നെ എനിക്ക് മീൻസ് കഴുത്ത് വേദനയൊക്കെ ജസ്റ്റ് വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ചെയ്യാം. എപ്പോഴും ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സ്ഥലത്ത് ഒരുപാട് നേരം നമുക്ക് ഇരിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഞാൻ പപ്പ പോകുമ്പോൾ ഒരു ഷട്ടിൽ ബാറ്റ് കോക്കും മേടിച്ചു. ഷട്ടിൽ കളിക്കാറുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ സമയം കളയാറുണ്ട്. പിന്നെ സിനിമ കാണും, ഒരുപാട് സിനിമകൾ കാണും. ഓക്കെ, നെൽവിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് വന്നിട്ടുണ്ട്. ഇതുവരെ ചെയ്തതിൽ പ്രിയപ്പെട്ട കഥാപാത്രം, ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എബിയാണ്. എബി എന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നുന്നു അത്രയും ത്രൂ ഔട്ട് ഒരു റോള് ഒരു ഹീറോയിനായിട്ട് ചെയ്തുകൊണ്ടായിരിക്കണം എനിക്ക് എബി ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, രഞ്ജിത്ത് പറയുന്നു PUBG കളിക്കും, FB, വാട്സപ്പ്, സ്ലീപ്പിംഗ്, ഫുഡിങ്. ഇത് മാത്രം ആവരുത് കേട്ടോ രഞ്ജിത്ത്, കുറച്ച് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണം. സത്യം പറഞ്ഞാൽ ഈ ക്വാറൻറ്റൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല അല്ലേ. അപ്പം ഞാൻ കുറേ ദിവസം ഇങ്ങനെ ഇരുന്ന് എനിക്കിനി എന്തെങ്കിലും അതായത് ഹെൽത്ത് വൈസ് എന്തെങ്കിലും ചെയ്താൽ നന്നാവും എന്ന് തോന്നിയതുകൊണ്ട് ഞാനും എൻ്റെ പേഴ്സണൽ ട്രെയിനറും കൂടെ ഇപ്പോൾ ഒരു ചാലഞ്ച് തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റയിലാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. അത് ഞാനിവിടെ പറയാം. അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ബാലു ഗോപാൽ, ഹായ് ബാലു, വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ഹെയർ പ്ലീസ്? ദിസ് ഈസ് ലൈക്ക് ബേസിക്കലി ഇത് ജനിച്ചപ്പോൾ മുതൽ ചുരുളമുടിയാണ്. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് കാര്യം. ബേസിക്കലി ഞാൻ കുളിക്കും, എല്ലാ ദിവസവും കുളിക്കണം. ബിക്കോസ് ചുരുളമുടിയുള്ള ആളുകൾക്ക് അറിയായിരിക്കും നമ്മൾ കുളിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ജട കിട്ടുക എന്ന് പറയും, അങ്ങനൊരു പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് എണ്ണ ഇട്ട് കുളിക്കും. പിന്നെ വീക്ക്ലി 2 ഷാമ്പൂ ചെയ്യും. ഒരൊക്കെ സംസാരിക്കാൻ ചോദിക്കുന്നുണ്ട്. ഞാൻ വളരെ ഇങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് അടക്കം വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, കേൾക്കാമോ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? രഞ്ജിത്ത് നാരായണൻ, കുട്ടി ഫേസ്ബുക്കിലുണ്ടോ, ഇൻസ്റ്റഗ്രാമിലുണ്ടോ, റേഷൻ കാർഡിലുണ്ടോ? എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ എൻ്റെ പേര് മെറീന എന്നാണ്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ മെറീന മൈക്കിൾ തന്നെയാണ്. ഹരിത സനുജ്, ഹായ് ഹരിത. റിലീസാവാനുള്ള പടം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ പിടികിട്ടാപ്പുള്ളിയും മെമ്പർ രമേഷിനുമാണ്. അഖിൽ കലാധരൻ, ഹായ് അഖിൽ. ഇനി അഖിലിൻ്റെ ക്വസ്റ്റ്യൻ എന്താണോ, ഇനി ആരുടെ കൂടെ അഭിനയിക്കാനാണ് ആഗ്രഹം? അയ്യോ, അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. മലയാളത്തിലാണെങ്കിൽ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം, അതിൻ്റെ ഒരു വലിയ ഡ്രീമാണ്. പിന്നെ പൃഥ്വിരാജുണ്ട്, DQ ഉണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര ആർത്തിയാണെന്ന് തോന്നും. പക്ഷേ എനിക്ക് ആദ്യത്തെ ഫസ്റ്റ് ചോയ്സ് മമ്മൂക്ക. What is the most interesting thing you have read or seen this week? Said Moinuddin. Okay. What's the most interesting thing you have read or seen this week? നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. ഞാനായി കുറേ മോട്ടിവേഷണൽ വീഡിയോസ് കാണാറുണ്ട്. ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. എസ്പെഷ്യലി ഫേസ്ബുക്കിൽ എനിക്ക് ഒരുപാട് അങ്ങനത്തെ വീഡിയോസ് വരാറുണ്ട്. അപ്പം ഞാൻ ഓരോ ആക്ടേഴ്സിൻ്റെയും ലൈഫൊക്കെ ഇരുന്ന് കാണും. അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ചേഞ്ചസോ അല്ലെങ്കിൽ ചില സമയങ്ങൾ അവരെങ്ങനെ സർവൈവ് ചെയ്തോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണാറുണ്ട്. അതൊരു വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ ഇഷ്ടം. അതൊരു ഭയങ്കര മോട്ടിവേഷണൽ കണ്ടൻറ്റാണ്. അതിപ്പോൾ പുറത്തുള്ള ആൾക്കാരതാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ മലയാളത്തിലുള്ള ആളുകളാണെങ്കിലും അതൊക്കെ കാണും. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ വായിക്കുന്നത് ഇസ് ദാറ്റ് കേരള ഈസ് ഡൂയിങ് ഗുഡ് അല്ലേ. വേറെ എവിടെയാണെങ്കിലും ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, മലയാളിയാണോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നാണോ എന്ന് പറഞ്ഞ് ആൾക്കാർ കുറേ പേര് പുച്ഛിക്കാറുണ്ടായിരുന്നു ഇടയ്ക്ക്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുകയാണ്. ബിക്കോസ് ഞാൻ കേരളത്തിലാണ് അല്ലെങ്കിൽ മലയാളിയാണ്. കാരണം വേറെ നാട്ടിലുള്ള ആളുകളെയും കാട്ടി നമ്മൾ മുൻപിൽ നിൽക്കുകയാണ് ഹെൽത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ മെഡിക്കൽ സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ നമ്മളാണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടല്ലേ. അതെല്ലാവർക്കും ഉണ്ടോയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഞ്ജീഷ് ചോദിക്കുന്നു, നാടിൻ്റെ കൂടെ അഭിനയിക്കണമെന്ന് അമിത ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ടും നമുക്ക്. പിന്നെ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? സവിത, ഒരുപാട് ഇഷ്ടം എന്ന് അയച്ചു. താങ്ക് യു സോ മച്ച്.
രാമോജി പ്ലീസ് ഡൊണേറ്റ് സംതിങ് ഫോർ പുവർ പീപ്പിൾ. ഒബ്വിയസ്ലി ഐ വിൽ ഡു വൺസ് ഐ എം കേപ്പബിൾ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഇങ്ങനെ ഒരു സ്പേസിൽ പറയണ്ടെന്ന് വിചാരിക്കണം. ഓക്കെ, വിഷ്ണു രാജ്, വിഷ്ണു നിങ്ങളുടെ ജീവിതം പറയുന്ന ടിക്ടോക്ക് കേട്ടിരുന്നു. സ്നേഹം, സന്തോഷം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. ഞാനത് എത്ര പേർക്ക് എത്രത്തോളം അത് മോട്ടിവേറ്റ് ചെയ്യും അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാരത് സഹായിക്കുന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു വീഡിയോ ജോഷ് ടോക്ക് കൊടുത്ത് 1 മാസം 2 മാസം കഴിഞ്ഞതിന് ശേഷം റിവ്യൂസ് ഒരുപാട് വന്നു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം നിങ്ങൾക്കറിയാലോ, അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലും കൂടെ ആകുമ്പോൾ നമ്മൾ കൂടുതലൊന്നും ആഗ്രഹിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, ബിനു ദേവ്. ബിനുവിൻ്റെ ക്വസ്റ്റ്യൻ: കുക്കിങ്ങിന് ഉള്ള നല്ല ടൈമാണ്. കുക്കിംഗ് അറിയാമോ? കുക്കിംഗ് ഞാൻ കുറേ പരീക്ഷിച്ചു. ഈ യൂട്യൂബിൽ കാണുന്ന ചക്ക ഷേക്കും ചക്കക്കുരു ഷേക്ക്, പിന്നെ കേക്ക്, പിന്നെ എന്തൊക്കെയോ ഞാനിവിടെ ഉണ്ടാക്കി ഇവിടെ ഉള്ളവരെയൊക്കെ മാക്സിമം ഉപദ്രവിച്ചിട്ടുണ്ട്. കുറേ പാളി, കുറേ കുഴപ്പമില്ലായിരുന്നു. പിന്നെ എല്ലാവരെയും പോലെ ഞാൻ ബീഫും പൊറോട്ടയും ട്രൈ ചെയ്ത് നോക്കി. പൊറോട്ട പാളി, ബീഫ് കൊള്ളായിരുന്നു. ഓക്കെ, ഒരു മിനിറ്റ്, ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, സലീഷിൻ്റെ ഒരു ക്വസ്റ്റ്യൻ: മെറീനയ്ക്ക് ബോയ്സ് ആണോ ഗേൾസ് ആണോ കൂടുതൽ ചങ്ക്സ് ആയിട്ടുള്ളത്? ഓക്കെ, ഗേൾസ് ഉണ്ട്. എനിക്കങ്ങനെ ഒരുപാട് ഫ്രണ്ട്സൊന്നുമില്ല. അതൊരു ഭയങ്കര പ്രശ്നമാണെന്ന് തോന്നുന്നു. ഒരുപാട് കൂട്ടുകാരൊന്നുമില്ല. ഉള്ള ആളുകൾ ഒരുപാട് വർഷമായിട്ട് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സാണ്. അതിൽ പെൺകുട്ടികളും ഉണ്ട്, ആൺകുട്ടികളും ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഇടപഴകുന്നതോ എൻ്റെ അടുത്ത് ഫ്രീ ആയിട്ട് പെരുമാറുന്നതോ കൂടുതൽ ആൺകുട്ടികളാണ്. അവരെന്നെ ഒരു മച്ചാൻ, അളിയൻ എന്നുള്ള സീനിൽ കാണുന്നത് കൊണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വർഷ മധു: സിനിമ കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉള്ള ആക്ടിവിറ്റി എന്താണ്? സിനിമ കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉള്ള ആക്ടിവിറ്റി മ്യൂസിക്, പാട്ട് ഇഷ്ടമാണ്. സിജോയ് ഒന്ന് ട്രോളട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ദയവേത് ട്രോളരുത്. ആവശ്യത്തിന് അധികം ഞാൻ ട്രോൾ കിട്ടിയിരിക്കുകയാണ്. കുക്കിംഗ് ഒക്കെ ഒരുപാട് ചെയ്തു. പക്ഷെ കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്ത് നമ്മൾ തന്നെ കഴിക്കണ്ടേ. വീട്ടിലുള്ളവരെ എത്ര നമുക്ക് ഉപദ്രവിക്കാൻ പറ്റും? ഓക്കെ, ബാലു, താങ്ക് യു സോ മച്ച്. കുറേ പേര് നല്ല കമൻസ് പറയുന്നുണ്ട്. അതെനിക്കിങ്ങനെ ഓപ്പണായിട്ട് വായിക്കാൻ തോന്നുന്നില്ല. എനിവേസ് ഞാൻ എല്ലാം വായിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. സയ്യിദ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്: ഡു യു സ്പീക്ക് എനി അതർ ലാംഗ്വേജസ്? ഞാൻ തമിഴ് സംസാരിക്കും, കുറച്ച് ഇംഗ്ലീഷും സംസാരിക്കും, വളരെ കുറച്ച് അറിയുന്ന രീതിയിൽ ഞാൻ സംസാരിക്കും. പിന്നെ പ്രവീൺ പറയുന്നു കേരളം ഉയരല്ലേന്ന്. പിന്നല്ലാതെ കേരളം പൊളിയല്ലേ. കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരാണിപ്പോൾ നമ്മുടെ നാട്ടിൽ വരാനും അല്ലെങ്കിൽ സന്തോഷിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത് നമ്മുടെ നാട്ടിലായതുകൊണ്ട്. ഇല്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കേ. ഈ സമയത്ത് എനിക്കൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്: ഈ സമയത്ത് പ്രിയപ്പെട്ടവരിൽ നിന്നും കഴിയുന്നവരോടും ക്വാറൻറ്റൈനിലുള്ളവരോട്, പ്രവാസികളോട്, ഇവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഭയങ്കര കഷ്ടമാണ്. കാരണം വിഷമമുണ്ട്. അവർ നമ്മളെ അടുത്ത് നിന്ന് ഒരുപാട് ദൂരെ ആയതുകൊണ്ട്. കാരണം എൻ്റെ 2-3 ഫ്രണ്ട്സൊക്കെ പുറത്താണ്. എനിക്കറിയില്ല അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. കാരണം ഗൾഫ് കൺട്രീസൊന്നും കാര്യമായിട്ട് അവരുടെ ശരിക്കുള്ള അവസ്ഥകൾ നമ്മളടുത്ത് പുറത്ത് പറയുന്നില്ല എന്നാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സേഫായിട്ടിരിക്കുക, എവിടെയാണെങ്കിലും സൂക്ഷിക്കുക, ഈ പറഞ്ഞ പോലെ പ്രിക്കോഷൻസൊക്കെ എടുക്കുക. ഞാനും ഈ പറഞ്ഞ പോലെ ഫോൺ ചെയ്തൊക്കെ പറയാറുണ്ട്, സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. പിന്നെ ക്വാറൻറ്റൈനിലിരിക്കുന്ന ആളുകളോട് ഒരുപാട് നന്ദി. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നതെന്ന് അറിയാം. പക്ഷേ ഇതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് നന്ദി. വലിയൊരു കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഈ സപ്പോർട്ടിനും ഉറപ്പായിട്ടും നാളെ നല്ലൊരു സമയം വരും. നിങ്ങളെല്ലാവരും ഓർക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ പറ്റി ആളുകൾ പറയുന്ന ഒരു സമയം എന്തായാലും വരും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബിനു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു: ലോക്ക്ഡൗണിൽ കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം? ഏറ്റവും കൂടുതൽ യാത്രയാണ്. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വളരെ ചെറിയ ടെൻഷൻ വരുമ്പോൾ പോലും ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയല്ലല്ലോ. നമുക്കിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇനി കുറച്ച് ദൂരെ പോലും പോകാൻ പറ്റില്ല, അല്ലെ വീട്ടിൽ നിന്ന് കുറച്ച് സർട്ടൺ ഡിസ്റ്റൻസിൽ കൂടുതൽ പോകാൻ പോലും പറ്റില്ല.
അപ്പോൾ അതുകൊണ്ട് യാത്ര ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കളും മിസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെയാണ്. കൊച്ചിയിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരെയൊക്കെ മിസ് ചെയ്യുന്നു. ഓക്കെ. രതീഷ് ഒറ്റപ്പാലം. രതീഷ്, ഞാൻ സേഫാണ്, വീട്ടിലാണ്. പിന്നെ ശ്രീരാഗ്, സുഖമാണ് ശ്രീരാഗ്. പ്രവാസികൾക്ക് എല്ലാവർക്കും ഒരു ഹായ് പറയണം. ഹായ്, നമസ്കാരം. എല്ലാവരും സേഫായിട്ടിരിക്കുക. എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഇത് ഗ്ലോബലി എഫക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സേഫായിട്ടിരിക്കുക. വികാസ് ശർമ്മ is asking how's the weather. എനിക്ക് തോന്നുന്നു ഈസ് നോട്ട് എ മലയാളി. സോ വെദർ ഇസ് ഗുഡ് ഹിയർ, എവറിത്തിങ് ഇസ് ഫൈൻ. Binu Dev Morazi, one Corona message for your fans. Corona message is that be safe, be fit and be healthy, be happy. Okay. Ratish ചോദിക്കുന്നു ബിരിയാണി ഇഷ്ടമാണ്. ബിരിയാണിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഫൈസൽ ഇസ് ആസ്കിങ് എ ക്വസ്റ്റ്യൻ. കുടുംബജീവിതത്തിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയെന്ന്. ഞാൻ എൻ്റെ വീട്ടുകാരുടെ കൂടെയാണുള്ളത്. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കെൻ്റെ വീട്ടുകാർ, അമ്മ, അച്ഛൻ, ആൻറ്റി, കസിൻസ് എല്ലാം ഉണ്ട്. അത് മതി. കല്യാണത്തിനെ പറ്റി ഇപ്പോൾ ആലോചനയില്ല. സംഗീത പത്മനാഭൻ ഇസ് ആസ്കിങ് വാട്ട് വുഡ് യു ലൈക്ക് ടു ഡു ഫസ്റ്റ് വെൻ ദ ലോക്ക്ഡൗൺ എൻഡ്സ്. സംഗീത, ആക്ച്വലി ഇപ്പോൾ ഇവിടെ വെച്ച് ലോക്ക്ഡൗൺ എൻ്റെ ആവുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് ഐ ഡു ഞാൻ ബീച്ചിൽ പോയിരിക്കും. കാലിക്കറ്റ് ബീച്ച്, കാലിക്കറ്റ് ബിരിയാണി, കാലിക്കറ്റിലുള്ള ഫ്രണ്ട്സ്. വിത്തിൻ 1 day ഞാൻ ഇതെല്ലാം ഞാൻ കവറപ്പ് ചെയ്യും. എല്ലാവരും പോയി കാണും. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് വിച്ച് ഐ ഡു. റസാക്ക് ചോദിക്കുന്ന വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന്. വീട്ടിൽ പപ്പയുണ്ട്, അമ്മയുണ്ട്, പപ്പയുടെ 2 സിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ. ഹായ് കുനാൽ മിശ്ര. Kunal is from Bhopal. Kunal, just be safe and tell your friends to be safe. Asif is asking any Bollywood movie if you have ever signed, ma'am. No, not at all. I'm not doing any Bollywood movies. പിന്നെ ഓക്കെ, ബേസിക്കലി ഇത്രയേ ഉള്ളൂ. എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ പറഞ്ഞ പോലെ ഇൻസ്റ്റയിൽ ഒരു ചാലഞ്ച് തുടങ്ങിയിട്ടുണ്ട്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ക്വാറന്റൈൻ ഒരു ട്രാൻസ്ഫോർമേഷൻ പോലെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. ഓൺലൈൻ വർക്കൗട്ട് ക്ലാസ്സസ് അല്ലെങ്കിൽ ചാലഞ്ചസ് എടുത്തിട്ട് നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചേഴ്സ് എനിക്ക് അയച്ചു തരാം. അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ പേഴ്സണൽ പ്രൊഫൈലിൽ. സോ അത് കുറച്ചുകൂടെ ആൾക്കാരെ ഹെൽത്തി ആക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആളുകൾക്കാവും എന്ന് ചിന്തിച്ചിട്ട് ചെയ്തൊരു സംഭവമാണ്. ഇത്രയേ ഉള്ളൂ. ചെയ്യുമ്പം ഹാഷ്ടാഗ് വെക്കണം. ഹാഷ്ടാഗ് ലോക്ക്ഡൗൺ ട്രാൻസ്ഫോർമേഷൻ ചാലഞ്ച് വിത്ത് മറീന എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഫോട്ടോസ് അയച്ചു തന്നാൽ ഞാനത് ക്രോസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. സോ ദാറ്റ് ഈസ് വൺ ഇനീഷ്യേറ്റീവ് ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്തത്. ബിക്കോസ് ഞാൻ കുറേ ആലോചിച്ചു എന്താ ചെയ്യേണ്ടത്. ഫുഡ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ വേറെ ഡ്രസ്സിനെ പറ്റിയോ അതൊക്കെ ചെയ്യുന്നതിലും കുറച്ചുകൂടെ നല്ലത് ഇതാണെന്ന് ചിന്തിച്ചിട്ടാണ് ചെയ്തത്. ഓക്കെ. സലീഷ് ഇസ് ആസ്കിങ് സലീഷ് ഇസ് ആസ്കിങ് ഒന്നും തോന്നരുത്, ഒരു ഫ്രണ്ടിനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരല്ലോ, ഫ്രണ്ടിനും കൂടെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമുക്ക് ഒട്ടും അറിയാത്ത ഒരാളെ കല്യാണം കഴിക്കുന്നതിലും നല്ലത് കുറച്ചുകൂടെ അറിയുന്ന ഒരാളെ ആയിരിക്കും അല്ലേ. പക്ഷെ ഞാനിപ്പോൾ സത്യം പറഞ്ഞ കല്യാണത്തിനെ പറ്റി ആലോചിക്കുന്നേയില്ല. ഓക്കെ. റാണി ഈസ് ആസ്കിങ് ഹാവ് യു ആക്റ്റഡ് ഇൻ കന്നഡ ഫിലിംസ്? യാ, ഒരു ജസ്റ്റ് 1 movie I did, then I didn't do. Would you like to do first? Okay. Next questions. Okay. Suresh Kumar नहीं अटेंड करा. Hi Suresh ഏട്ടാ. മാനറിസങ്ങളിൽ അല്പം ക്വസ്റ്റ്യൻ എവിടെ? കൃത്രിമത്വത ഉണ്ടെന്ന് പറഞ്ഞാൽ അയ്യോ, എനിക്ക് ആ ക്വസ്റ്റ്യൻ മിസ്സായി. എൻ്റെ മാനറിസത്തിൽ ഇങ്ങനെ ഉണ്ടെന്നാണ്. ഞാൻ ബേസിക്കലി ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ എന്തെങ്കിലും ചാനൽ ഇൻ്റർവ്യൂസോ അല്ലെങ്കിൽ പുറത്തോ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആവുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടെ ഹൈപ്പർ ആവുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കുറേ ഇൻ്റർവ്യൂസ് നിങ്ങൾക്ക് നെറ്റിൽ കാണാം. പക്ഷേ ആസ് ഫാർ ആസ് നൗ ഞാൻ ഇങ്ങനെ തന്നെയാണ്. രതീഷ് ചോദിക്കുന്ന ഫ്യൂച്ചർ ഹസ്ബൻഡ് എങ്ങനെയായിരിക്കും? എനിക്കതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, ടു ബി വെരി ഫ്രാങ്ക്. അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ആൾക്കാർ ചേഞ്ച് ആവും. അപ്പോൾ ഞാനൊരാളെ
ഒരാൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ചിന്തിച്ച് ഞാൻ അയാളെ കല്യാണം കഴിച്ച് സിറ്റുവേഷൻസ് കാരണം അയാൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ഐ ബിലീവ് ദാറ്റ് പീപ്പിൾ ചേഞ്ച് അല്ലേ. സീസൺസ് പോലെയാണ്, അല്ലെങ്കിൽ എന്തായാലും നമ്മൾ പറയുന്നത് സീസൺസിന് എന്താ പറയുന്നത് മലയാളത്തിൽ, അതുപോലെയാണ് ആൾക്കാർ. മാറിക്കൊണ്ടേയിരിക്കും. കാരണം ഒരു 10 വർഷം മുമ്പുള്ള ഞാനായിരിക്കില്ല ഇപ്പോൾ ഉള്ള ഞാൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. രഞ്ജിത്ത് നാരായണൻ, ഹായ് രഞ്ജിത്ത്. ആക്ടിങ് കൂടാതെ മറീനയുടെ ഹോബീസ് എന്തൊക്കെയാണ്? ആക്ടിങ് കൂടാതെ ഹോബീസ് എന്ന് പറഞ്ഞാൽ, ആക്ടിങ് എൻ്റെ ഹോബിയല്ല, ആക്ടിങ് എൻ്റെ ഒരു പാഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് പറയാം. ഹോബി എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ മ്യൂസിക്കാണ്, പിന്നെ ഉള്ളത് സിനിമ കാണലാണ്, യാത്ര ചെയ്യലാണ്. ഈ 3 കാര്യം. ബിന്നി കിരൺ, ഐ മിസ് യു ടു ബിന്നി. ഓക്കെ, റസാഖ് ആസ്കിങ് വീട് എവിടെയാണെന്ന്. ഓക്കെ, വീട് ഞാനിപ്പോൾ കണ്ണഞ്ചേരിയാണ്, കാലിക്കറ്റ്. കൊച്ചിയിൽ ഞാൻ താമസിക്കുന്നത് മറൈൻ ഡ്രൈവിലാണ്. വേദമോനി ചോദിക്കുന്നു, പല്ല് ഏത് ടൂത്ത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നതെന്നോ? സെൻസറൈൻ. ഓക്കെ, രതീഷ് ഒറ്റപ്പാലം ചോദിക്കുന്നു, പാട്ട് പാടിയിട്ടുണ്ടോ ഏതെങ്കിലും ഫിലിമിൽ? ഞാനൊരു സിനിമയിൽ, ഞാൻ ഇനി റിലീസാകാൻ പോകുന്ന സിനിമയിൽ പാട്ട് പാടി. അത് റിലീസാകുമ്പോഴേ എനിക്കതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ അൺപ്ലഗ്ഡ് ചെയ്തിട്ടുണ്ട്, രതീഷ് വേഗയുടെ ഒരു സീരീസിലൊരു പാട്ട് പാടി. പിന്നെ എൻ്റെ ഫ്രണ്ട് വർക്കി എന്ന് പറഞ്ഞിട്ട്, വർക്കി സ്റ്റേഷനിൽ പോയിട്ടൊരു സോങ് പാടിയിട്ട്, അതൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫോൺ കുറച്ച് പുറകിലോട്ട് പിടിക്കുക, ഒരുപാട് അടുത്താണ്, സോറി അഞ്ജസ്. ഓക്കെ, എറിക് ലാമ, ഐ എം ഫ്രം കേരള. ഓക്കെ, കുറേ പേര് സൗണ്ടില്ലേ, ഇതിലും കൂടുതൽ സൗണ്ടിൽ സംസാരിക്കാൻ ഞാൻ ശ്രമിക്കാം. ഹലോ, സൗണ്ടില്ല എന്നാണല്ലോ. ഓക്കെ, വിനോദ് കെ ജി, വാട്ട് ഡു യു ലേൺ ഫ്രം ലോക്ക്ഡൗൺ? ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് മനസ്സിലായി എനിക്ക്. അത് വാസ് ദ ഫസ്റ്റ് ലെസൺ. ഒരിക്കലും വിചാരിച്ചിട്ടില്ല, നമ്മൾ ചിന്തിക്കാതെ, അതായത് ഞാൻ ചിന്തിക്കാതെ ഞാനിങ്ങനെ ഒരു വീടിൻ്റെ അകത്ത് പുറത്തിറങ്ങാൻ പറ്റാതെ ആവുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എൻ്റെ മാത്രമല്ല, നാട്ടിലിങ്ങനെ സംഭവിക്കുന്ന ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ലെസൺ. സെക്കൻഡ് തിങ്, അല്ലാതെ പഠിച്ചതാണെന്നുണ്ടെങ്കിൽ മേ ബി കുക്കിംഗ്, പുതിയ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ പഠിച്ചു, എംബ്രോയ്ഡറി ചെയ്യാൻ പഠിച്ചു. ഓക്കെ, നെൽവിൻ ഇസ് ആസ്കിങ്, ഇഷ്ടമുള്ളൊരു പാട്ട് പാടാൻ പോകുന്നു. ഞാൻ പാട്ട് പാടിയ ലൈവിൽ വന്ന് പാട്ട് പാടാന്ന് പറയുന്നത് ദൈവമേ. ഓക്കെ, ഏത് പാട്ടാ പാടുക? കുറച്ച് സജഷൻസ് തരാമോ? നിങ്ങൾ കുറച്ച് സജഷൻസ് തരാം. ഐ വെയിറ്റ്, എന്നിട്ട് ഞാൻ പാടും. വിനോദ് കെ ജി, താങ്ക് യു സോ മച്ച്. ഓക്കെ, എനിക്ക് സജഷൻസ് എവിടെ? സജഷൻസ് പുതിയ പാട്ടുകളുടെ. മുഹമ്മദ് കബീർ സൈ, ഒരു സിനിമാ നടിയുടെ ലുക്ക് ഉണ്ടെന്ന്. വലിയ ഉപകാരം. ഓക്കെ, എനിവേസ്, എനിക്ക് നിങ്ങളുടെ അടുത്ത് എന്താ സംസാരിക്കേണ്ടതെന്ന് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. എല്ലാവരും വിളിച്ച് ചോദിക്കണം, അതായത് പരിചയമുള്ള ആളുകളാണെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്ന ആളുകളെ ആണെങ്കിലും ഒക്കെ നമ്മൾ വിളിച്ച് സംസാരിക്കുക. കാരണം ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണല്ലേ, വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തും എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കുക എന്നുള്ളതിനൊരു എക്സാമ്പിളാണ്. സോ എല്ലാവരെയും വിളിച്ച് അന്വേഷിക്കുക. പിന്നെ നമ്മൾ എല്ലാം ഓക്കെ ആണെന്ന് ചിന്തിക്കുന്ന ആളുകളെ പോലും വിളിച്ച് അന്വേഷിക്കുക. ചിലപ്പോൾ അവർക്കൊക്കെ നമ്മളെ അടുത്ത് നിന്ന് ഹെൽപ്പ് മേടിക്കാനോ അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ പറയാനോ ചിലപ്പം പറ്റാത്ത അവസ്ഥയായിരിക്കും. അവർക്ക് ഇങ്ങോട്ട് വിളിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കുക, എല്ലാവരും എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ചോദിക്കുക, പറ്റുന്ന ആൾക്കാരെ സഹായിക്കുക. പിന്നെ മെയിൻലി വീട്ടിലിരുന്ന് സഹായിക്കുക, പുറത്തൊന്നും അധികം പോകരുത്. ബാക്കി വീട്ടിലിപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പാരൻസ് ആണെങ്കിലോ ബാക്കി ആരെങ്കിലും നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ,
ഇഷ്ടപ്പെട്ട രഞ്ജിത്ത് ഇസ് ആസ്കിങ് ഇഷ്ടപ്പെട്ട യങ് ആക്ടർ ഇൻ മലയാളം. ദുൽഖർ സൽമാൻ. Yeah. എനിക്ക് പാട്ടിൻ്റെ സജഷൻസ് വന്നിട്ടില്ല. രതീഷ് ചോദിക്കുന്നത് കാലിക്കറ്റ് റഹ്മത്ത് ഹോട്ടലിലെ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് കഴിച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് നല്ല നല്ല കമൻസ് ആണ് വരുന്നത്. ഐ വോണ്ട് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ആൽബിൻ. ഹായ് ആൽബിൻ. ഏത് പാട്ടാണ് പാടുക? ഓഫ് കോഴ്സ് എനിക്ക് കൺഫ്യൂഷനായി. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ വന്നു. ബോബി സിനിമയിൽ ആരാണ് ബെസ്റ്റ് ഫ്രണ്ട്? സിനിമയിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഐ വുഡ് സേ ജെയിംസ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട്. ജെയിംസ് ഏട്ടൻ എൻ്റെ വളരെ നല്ല സുഹൃത്താണിപ്പം. പിന്നെ എനിക്കങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാൻ അധികാരമില്ല. സിനിമയിലുള്ള ആളുകളുണ്ട്, പക്ഷെ അങ്ങനെ സിനിമയിൽ ആർട്ടിസ്റ്റുകൾ അങ്ങനെ ആരുമില്ല. സിനിമയുടെ പിന്നോക്കം വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. റൈറ്റേഴ്സ് ആണെങ്കിലും അസോസിയേറ്റ്സ് ആണെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയണമെന്നില്ല. ഇപ്പോൾ നിസാബ്, സുഹാസർ അല്ലെങ്കിൽ രമ്യ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഓക്കെ, ദീപക് ദേജിയുടെ പറയാതെ അറിയാതെയോ? ഈശ്വര, ആ പാട്ട് ഞാൻ പാടിക്കൊളാക്കണം. ഏതാ? പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്കുമിണ്ടാഞ്ഞതല്ലേ, ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ, ദൂരേക്കു നീ മാഞ്ഞതല്ലേ, സഖി നീ കാണുന്നുവോ എൻ ഹൃദയം നനനുംബരം, ഇന്നും ഓർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്. ഇത്രേ അറിയുള്ളൂ. എനിക്ക് തോന്നുന്നു അതുതന്നെയാണ് ആ പാട്ടെന്ന്. അപ്പോൾ സെബിൻ ജോസഫ് ഇസ് ആസ്കിങ് എന്താ ചേച്ചിയുടെ ഒറിജിനൽ നെയിം? എൻ്റെ ശരിക്കുള്ള പേര് മറീന എന്നാണ്. MARWN, മറീന മൈക്കിൾ. വീടിൻ്റെ പേര് കുരിശിങ്കൽ എന്നായതുകൊണ്ട് ഞാൻ അതും കൂടെ ചേർത്ത് മറീന മൈക്കിൾ കുരിശിങ്കൽ എന്ന് വിളിക്കുന്നു. ഞാൻ എന്നെ തന്നെ അതാണ് വിളിക്കുന്നത്. ഓക്കെ, സലീഷ് ചോദിക്കുന്നു ഫ്രണ്ട്സിൽ നിന്നും കൂടുതൽ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ജെനുവിനിറ്റി, ബേസിക്കലി അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോൾ കൂടുതലും എനിക്കറിയില്ല, എനിക്കൊരു ഓൾമോസ്റ്റ് ഒരു 5 6 അല്ലെങ്കിൽ 7 വർഷം വേണം ഒരു സുഹൃത്ത് നല്ലൊരു സുഹൃത്താണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ടുള്ള ആളുകളൊന്നും ഫ്രണ്ട്സായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ വിളിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടാകുമ്പോൾ സംസാരിക്കുന്ന ആളുകൾ, ഹീലിങ്ങിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ആളുകളെന്ന് കൂടുതലും ഫീൽ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ എന്താ പറയുക, ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ 2 രീതിയിലായിരിക്കണം അല്ലേ? നമ്മളെ ഹെൽപ്പ് ചെയ്യും വേണം, നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കുന്ന ആളുകളായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരിക്കണം. അങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ അതായിരിക്കണം ഒരു നല്ല ഫ്രണ്ട്. സുഹൈബ് പറയുന്നു നല്ല സൗണ്ട്, സംഗതി റെഡി ആവുന്നുണ്ട്. സംഗതി സീനാണ്. ഓക്കെ, വെയിറ്റ്, നമ്മളിപ്പോൾ എത്ര സമയമായി ലൈവിൽ വന്നിട്ട്? ഓക്കെ, എനിവേസ് എനിക്ക് എന്തായാലും ഇഷ്ടമായി. കാരണം നമുക്ക് കുറച്ച് നല്ല ഇൻട്രാക്ഷൻസ് വരുന്നുണ്ട്. ഞാനാണെങ്കിൽ കട്ട പോസ്റ്റ് വരുന്നു വീട്ടിൽ. സോ രതീഷ് ഒറ്റപ്പാലം, ഓർക്കാൻ ഇഷ്ടമില്ലാത്തൊരു സംഭവം. ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇൻസൾട്ടഡ് ആയിട്ടുണ്ട്. എനിക്കങ്ങനെ അത് ഓർക്കുന്നത് പോലും ഇഷ്ടമില്ലാത്ത കുറേ ഇൻസിഡൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. മെയിൻലി ഞാൻ ഇൻസൾട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഓർക്കാൻ ഇഷ്ടമല്ല. ബിക്കോസ് അത് ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോവും. അഫ്താബ് ചോദിക്കണം ബിലാൽ ജോൺ കുരിശിങ്കൽ കസിനാണെന്ന്. അല്ല മോനെ, കസിൻ അല്ല.
പക്ഷെ എനിക്ക് ബിലാൽ ജോൺ കുരിശിങ്കലിൻ്റെ കസിനായിട്ട് അഭിനയിക്കണം എന്നുണ്ട്. ഓക്കെ, സുഖാണോ? കോഴിക്കോട് പോയിട്ട് എത്ര വർഷമായി? രാഹുൽ കാലിക്കറ്റ്. രാഹുലെ, ഞാൻ കോഴിക്കോടുണ്ട്. ഞാൻ ഇവിടെ കണ്ണഞ്ചേരിയിലുണ്ട്. വീട് ഞാൻ പറഞ്ഞില്ല. Vinod, why Vinod? Why are you asking me such questions? Did any guy ditch you in love? Of course, എല്ലാവർക്കും ഉണ്ടാവും ഒരു ബ്രേക്കപ്പ്. പീപ്പിൾ ഷുഡ് ഹാവ് ബ്രേക്കപ്പ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ വിൽ ലേൺ സംതിങ് ഫ്രം ഇറ്റ്, അല്ലേ? അല്ലാതെ പെട്ടെന്ന് തന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ച് സക്സസ് ആവുകയാണെങ്കിൽ ലൈഫിന് എന്താ ഒരു ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ളത്? കുറച്ചൊക്കെ സാഡാവണ്ടേ മോനൂസേ? ഷറഫുദ്ദീൻ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാജുവേട്ടൻ മൂവി ഏതാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാജുവേട്ടൻ മൂവി? പൃഥ്വിരാജ് മൂവി അല്ലേ? നന്ദനം ഭയങ്കര ഇഷ്ടം. ഷമീം കാ എന്നെപ്പോലെ മോള് വേണമെന്നാണ്. അപ്പം എന്നെ തന്നെ അങ്ങോട്ട് എടുത്തു മോളായിട്ട്. ഓക്കെ, ഷറഫുദ്ദീൻ ചോദിക്കണം ആരോടെങ്കിലും പ്രണയം ഉണ്ടോയെന്ന്. ആസ് ഓഫ് നൗ ഇല്ല, സത്യമായിട്ടില്ല. എൻ്റെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നെ സഹിക്കാൻ പറ്റില്ല എന്ന്? ഓക്കെ, സലീഷ് ചേട്ടൻ ചോദിക്കുന്നത്, ചുമ്മാ ചോദിക്കുന്നതാണ്. മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നത് ഇഷ്ടമാണോ? മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മുടി സ്ട്രെയിറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ പിന്നെ ഇതെനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്യാറുണ്ട്. പെർമനൻ്റ് അല്ല, ടെമ്പററി ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ ഒരു സിനിമയും ചെയ്തിട്ടുണ്ട്, ഇതാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ആൾക്കാർക്ക് ഞാനാണെന്ന് മനസ്സിലായോ എന്നെനിക്കറിയില്ല. ബിക്കാണ് എന്താ, വാട്ട് ഈസ് ബെസ്റ്റ് മെമ്മറബിൾ ജേർണി ഓഫ് യുവർ ലൈഫ്? Memorable journey of my life would be visiting Andaman jail, Kalapani jail. ഭയങ്കര I like it. വേറൊരു ക്വസ്റ്റ്യൻ മിസ്സായി. Do you believe, Vinod is asking, do you believe in destiny of love or marriage? I believe in love. നെൽവിൻ ചോദിക്കുന്നു, എന്തെങ്കിലും ക്രൈസിസ് വന്നാൽ പെട്ടെന്ന് തളർന്നു പോകുമോ? ഇല്ല. അതെങ്ങനെയാണ്? ഐ ഡോണ്ട് തിങ്ക്. കാരണം എനിക്ക് തളർച്ച വളരെ കുറവാണ്. എൻ്റെ ലൈഫിൻ്റെ മുമ്പുണ്ടായിരുന്ന ഇൻസിഡൻസിനെയും കാട്ടി വലിയതായിട്ട് എന്തെങ്കിലും വരണം. ഐ ബിലീവ് ഞാൻ വളരെ സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്ക് മൈനസ് പോയിൻറ്റ് ലെവലിൽ നിന്നും അത്രയും പവർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും വന്നാൽ ചിലപ്പോൾ ഞാൻ തളർന്നു പോകും. ആൻഡ് ഈവൻ ബ്രേക്കപ്പ് ഒക്കെ അങ്ങനത്തെ സിറ്റുവേഷൻസ് ആണെങ്കിലും ഞാൻ തളർന്നിട്ടില്ല. ഒരു പടം ഞാൻ ചെയ്തിട്ട് അത് ഫ്ലോപ്പായി പോയാൽ ഞാൻ തളർന്നിട്ടില്ല. പബ്ലിക്കലി ആരെങ്കിലും ഇൻസൾട്ട് ചെയ്താൽ ഞാൻ അത്ര പെട്ടെന്ന് തളരില്ല, പക്ഷെ എനിക്ക് വിഷമം ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഓക്കെ, നവാസ് സെയിം നല്ല വോയിസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഉണ്ടോ ഞാൻ സംസാരിക്കുന്നത്? രതീഷ് ഏട്ടൻ ഒരു ചോദ്യം ചോദിച്ചു എൻ്റെ അടുത്ത്. രതീഷ് ഏട്ടാ, ലൈവിൽ ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. നീന്താൻ എനിക്ക് അറിഞ്ഞുകൂടെ രതീഷ് ഏട്ടാ? ശരവണൻ ഇസ് ആസ്കിങ് നെക്സ്റ്റ് മൂവി ഏതാ? നെക്സ്റ്റ് മൂവി ശരവണൻ ചേട്ടാ പിടികിട്ട പുള്ളി എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ട്. അതാണ് റിലീസ് ചെയ്യാനുള്ളത്. പിന്നെ ലോക്ക്ഡൗൺ കാരണം ഉള്ള വർക്കൊക്കെ ഇപ്പോൾ പെട്ടിയിലായിട്ടിരിക്കുകയാണ്. സോ ചെയ്ത് കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിക്കണം. അതല്ലേ കുറച്ചുകൂടെ നല്ലത്. അതിന് മുമ്പേ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന മൂവിനെ പറ്റി പറയണ്ടല്ലോ. ചെയ്ത് കഴിഞ്ഞ മൂവി ഞാൻ പറഞ്ഞല്ലോ, പിടികിട്ട പുള്ളി. നവീൻ മണി ജയദേവൻ ഒരു കമൻറ്റ് ഒരുപാട് തെറ്റിദ്ധരിച്ചിരുന്നു മുമ്പ്. ആ സെൽഫ് ഇൻട്രോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനത്തെ ഒരു സെൽഫ് ഇൻട്രോ പറഞ്ഞതും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ബേസിക്കലി റിവീൽ ചെയ്യാനുള്ളൊരു കാരണം തന്നെ
ഒരുപാട് പേര് ആഫ്റ്റർ ദാറ്റ് ജോഷ് ടോക്സ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെയേ അല്ല ചിന്തിച്ചതെന്ന്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരിക്കലും ഒരാൾ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ചിരുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, നമ്മൾ കാര്യം അറിയണം. ഒരാൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരാളുടെ സിറ്റുവേഷൻസ് എങ്ങനെയാണ്, ലൈഫ് എങ്ങനെയാണ് എന്നറിഞ്ഞിട്ട് വേണം നമ്മൾ അവരുടെ അടുത്ത് പെരുമാറാൻ. ചില ആളുകൾ ഇപ്പോൾ എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറുമ്പോൾ, അല്ലെങ്കിൽ ചില ആളുകൾ ഭയങ്കര റൂഡായിട്ട് സംസാരിക്കുമ്പോൾ, ബേസിക്കലി ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഇപ്പോൾ ഒരാളെന്നെ വഴക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ, അല്ലെങ്കിൽ ഭയങ്കര മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ ചിലപ്പോൾ അയാളുടെ വീട്ടിൽ അയാളുടെ പാരൻസോ അല്ലെങ്കിൽ അയാളുടെ സിറ്റുവേഷൻസ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കണം എന്ന് ചിന്തിച്ചിട്ട് ആദ്യം ഞാൻ റിയാക്ട് ചെയ്യാറില്ല. പിന്നീട് പറഞ്ഞ് മനസ്സിലായിട്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനും തിരിച്ച് വഴക്ക് പറയുമായിരിക്കും. പക്ഷെ ആദ്യം ചിന്തിക്കേണ്ടത് അങ്ങനെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു ലോജിക്ക്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുന്ന പോലെ നമ്മൾ ആദ്യമേ ഒരാളെ പറ്റി അങ്ങ് വിചാരിച്ചിരിക്കരുത്. അത് ഭയങ്കര തെറ്റ് തന്നെയാണ്, അല്ലേ? രതീഷേട്ടൻ കോഴിക്കോട് സ്ലാങ് എന്താ പെങ്ങളും ഞങ്ങൾ ഇതല്ലേ? അഫ്താബിൻ്റെ അടുത്ത് 5000 രൂപ കടമായിട്ട് ചോദിക്കുന്നു. എൻ്റെ പൊന്നഫ്താബിൻ്റെ ഒരു 2000 രൂപ ഇങ്ങോട്ട് കടന്നു തരുമോ? എന്ത് പറ്റി അഫ്താബ്, എന്താ പ്രശ്നം? ലൈവിലൊക്കെ വന്ന് കാണാൻ ചോദിക്കുന്നു മാൻ. ഓക്കെ, എനിവേസ് ഇനി എന്താ ക്വസ്റ്റ്യൻസ് ഉള്ളത്? ബ്ലെസൻ മാത്യു, മെറീന സ്റ്റാൻഡപ്പ് കണ്ടു, സൂപ്പർ, താങ്ക് യു സോ മച്ച്. എനിക്കുണ്ടായിരുന്ന എല്ലാ ഗട്ട്സും വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ ആൾക്കാർക്ക് ഇഷ്ടമാവുന്നോ അല്ലെങ്കിൽ ആൾക്കാർ നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എൻ്റെ അതേപോലത്തെ സിറ്റുവേഷനിൽ വരുന്ന ആരെങ്കിലും കണ്ടിട്ട് അവർക്കൊരു ഇൻസ്പിറേഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ അതാവട്ടെ എന്ന് ചിന്തിച്ചിട്ട് ചെയ്തതാണ്. ബിനു ഉദയൻ, ടുമോറോ ഇസ് മൈ ബർത്ത്ഡേ. ഹായ് ബിനു, ഹാപ്പി ബർത്ത്ഡേ, എൻജോയ്. ഓക്കെ, ക്വസ്റ്റ്യൻസ്. ലെസൺ ചോദിക്കണം, അമ്മയ്ക്ക് സ്റ്റിച്ചിങ് ഉണ്ടോ? അമ്മ വീട്ടിലിരുന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയുന്നത്, ഭയങ്കര ചൂടാണ് കേട്ടോ, ഭയങ്കര ഉഷ്ണമാണ് ഇപ്പോൾ. കുറേ വെള്ളം കുടിക്കണം, ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കണം, ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ ഒരു ദിവസം 3-4 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം പ്ലീസ്. കാരണം ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് വരുമ്പോഴത്തേക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള അവസ്ഥയാക്കരുത് ആരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. അശ്വതി എൻ്റെ വീട് കോഴിക്കോടാണ്, ഞാൻ കണ്ണഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരുന്നത് കൊച്ചിയിലാണ്, വർക്കിൻ്റെയൊക്കെ കാര്യം കൊണ്ട്. ഇപ്പം ഞാൻ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലാണ്. എവിടെ? അഫ്താബ് മീൻചന്ത ബൈപ്പാസിലാന്ന് പറയുന്നു. അഫ്താബ് വീട്ടിലേക്ക് വരരുത് കാണാൻ ചോദിക്കും. അതുൽ ത്രിപ്പാത്തി. ഓക്കെ, ഐ എം സോ സോറി അതുൽ, പേര് തെറ്റിച്ച് പറഞ്ഞതിന്. ലവ് ഫ്രം മെൽബൺ. ഹായ്, താങ്ക് യു സോ മച്ച്. എല്ലാവരുടെ തന്നെ അന്വേഷണം പറയണം. ഷറഫുദ്ദീൻ പിന്നെയും ചോദിച്ചു, ദുൽഖർ, നെവിൻ, പൃഥ്വി ഇവരുടെ പടങ്ങൾ ഒരേ സമയം അഭിനയിക്കാൻ ചാൻസ് വന്നാൽ ആരെ ചൂസ് ചെയ്യും? അതിപ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ 3 പേരുടെയും കാല് പിടിച്ച് നോക്കും. പ്ലീസ് ഡേറ്റ് എങ്ങനെയെങ്കിലും നിങ്ങൾ സെറ്റാക്കി തരണം എന്ന് പറഞ്ഞു നോക്കും. ഇനി ഒരു നിവൃത്തിയില്ലെങ്കിൽ 3 പേരെയും വിളിച്ചിട്ട് ഞാൻ പറയും നിങ്ങൾ ചൂസ് ചെയ്തോളാൻ പറയും. പക്ഷെ ഞാൻ ഐ എം എ വെരി ബിഗ് ഫാൻ, ലൈക്ക് ഭയങ്കര ഡൈഹാർട്ട് ഫാനാണ്. എസ്പെഷ്യലി DQ ആൻഡ് പൃഥ്വി, പിന്നെ മമ്മൂക്ക. ജോജോ ചേട്ടാ, കൊറോണ കാലം എങ്ങനെ ചിലവാക്കുന്നു? കൊറോണ കാലം ഞാൻ ഇങ്ങനെ വീട്ടിലൊക്കെ ഇരുന്ന് വീട്ടുകാരെയൊക്കെ ശല്യം ചെയ്ത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വർക്കൗട്ടും കുക്കും ഒക്കെ ചെയ്ത് ഇങ്ങനെ ചിലവാക്കുന്നു. പിന്നെ ഞാൻ ആരെയും അങ്ങനെ ഫോണൊന്നും ചെയ്ത് അധികം ശല്യം ചെയ്യാറില്ല. ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ സംസാരിക്കാത്തേ ഉള്ളൂ. ഓക്കെ, അഫ്താബിൻ്റെ ക്വസ്റ്റ്യൻ, ബിഗ് ബോസ് 3 ഇൻവിറ്റേഷൻ വന്നാൽ പോകുമോ? ഇല്ലടോ, ഞാൻ പോവില്ല. ബിക്കോസ് എനിക്കറിയില്ല, എനിക്കൊരുപാട് വഴക്കൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കാൻ പറ്റില്ല. എനിക്ക് വഴക്കിടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ
ബേസിക്കലി ഒന്നുമില്ല, എനിക്ക് ഒരുപാട് ബഹളം അല്ലെങ്കിൽ ഒരുപാട് ചീത്തവിളിയൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ ഞാൻ ഇറങ്ങി പോവാറാണ് സാധാരണ പതിവ്. ഐ ബിലീവ് ഇൻ പീസ്. അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് എനിക്ക് സെറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സലീഷ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഏറ്റവും ഇഷ്ടമുള്ള ഒരു 5 സോങ് പറയാമോ? അതായത് ഒരാൾ മെറീനോട് പാടാൻ പറഞ്ഞാൽ ആദ്യം പാടുന്ന സോങ് വുഡ് ബി മുൻപേ വായ നൻപേ വാ, പിന്നെ വസീകര, പിന്നെ സിദ് ശ്രീറാമിൻ്റെ സോങ് മറുവാർത്തേ പേസാതെ, പിന്നെ ദുവാ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട് ഹിന്ദിയിൽ, പിന്നെ കണ്ണിനി മണിയിലെ. സോനു റോയ്, ആർ യു മുസ്ലിം ചോദിക്കുന്നു. ഐ എം നോട്ട് മുസ്ലിം, ബട്ട് ഐ എം എ ഹ്യൂമൻ, ഐ ബിലീവ് സോ. അജയ് ദേവ് ചോദിക്കുന്നു കയ്യിലെ ടാറ്റു എന്താണ്? ഇത് കണ്ടു, ആൻഡ് ബിയോണ്ട്. ടു ഇൻഫിനിറ്റി ആൻഡ് ബിയോണ്ട് എന്നാണ്. ടു ഇൻഫിനിറ്റി കയ്യിൽ കുത്തണം എന്ന് വിചാരിച്ചു, പക്ഷെ ആൻഡ് ബിയോണ്ട് കുത്തിയപ്പോൾ തന്നെ വേദന കാരണം ഞാൻ പറഞ്ഞു നോ. രാഹുൽ ചോദിക്കുന്നു ഫറൂഖിൽ വന്നിട്ടുണ്ട്. വിനോദ്, എനിക്ക് ഹിന്ദി സത്യം പറഞ്ഞാൽ ഹിന്ദി നെഹി മാലും, സൗണ്ട് കുറവാണെന്ന് പറയുന്നു. ഫിഷ് റോക്ക് സോങ് എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അയ്യോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇണഞ്ഞെന്തേ നിന്നു പൊന്നെ, ഇണഞ്ഞെന്നെ കൊല്ലും കണ്ണേ, എല്ലാരും ചൊല്ലുന്നേ പൊല്ലാ പാടിന്നേ, കണ്ണാരും പൊത്തും നീയോ. ബാക്കി എനിക്ക് അറിഞ്ഞൂടാ. ഐ ട്രൈഡ്. നവീൻ ചോദിക്കുന്നു മൂവിയാണോ മോഡലിംഗ് ആണോ ഇഷ്ടം? എനിക്ക് സിനിമ ഇഷ്ടമാണ്, മോഡലിംഗും ഇഷ്ടമാണ്. സിനിമ ഇല്ലാത്ത സമയങ്ങളിൽ ഞാൻ ചെയ്യുന്ന ഒരു ഹോബി ചോദിച്ചല്ലേ, അത് ഞാൻ ഫോട്ടോഷൂട്ടാണ് കൂടുതലും ചെയ്യാറ്. ഞാൻ തന്നെ ഡ്രസ്സ് ചെയ്ത്, ഞാൻ തന്നെ മേക്കപ്പ് ചെയ്ത്, ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിച്ച് പുറത്ത് പോയി ഫോട്ടോ എടുക്കും, എഡിറ്റ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. ഇതാണ് എൻ്റെ പരിപാടി. നിങ്ങളെല്ലാവരും എന്താ ചെയ്യണ വീട്ടിൽ? എന്തെങ്കിലുമൊക്കെ ടിപ്സ് പറഞ്ഞു തരുമോ എനിക്ക്? ബിനു ചേട്ടൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ബിനു ചേട്ടനൊന്നുമല്ലാന്ന് തോന്നുന്നു കേട്ടോ. ബിനു ഉദയൻ, ഹായ് ബിനു. മോസ്റ്റ് ഫേവറേറ്റ് ക്ലാസിക് മൂവി ഇൻ മലയാളം? മോസ്റ്റ് ഫേവറേറ്റ് ക്ലാസിക് മൂവി ഇൻ മലയാളം വുഡ് ബി ഐ ആറാം തമ്പുരാൻ എനിക്കിഷ്ടമാണ്. പക്ഷെ വേറൊരു പടം ഉണ്ടല്ലോ, ലാലേട്ടൻ 3 കുട്ടികളിങ്ങനെ കുത്തിക്കൊല്ലുന്നൊരു മൂവി, അതൊരു കിടിലം മൂവിയാണ്. പേര് മറന്നുപോയി. നെൽവിൻ ഇസ് ആസ്കിങ് മുൻപേ വാ. ഞാനിപ്പോൾ 2 പാട്ട് പാടി കൊളാക്കി. ഇനിയും പാട്ട് പാടണമെന്നാണെന്നുണ്ടെങ്കിൽ നെൽവിൻ മാത്രം പറഞ്ഞാൽ പോരാ, വേറെ ആരെങ്കിലും കൂടെ പറയണം. ഒരു മിനിറ്റ്, ഞാനൊന്ന് കൈ സ്വിച്ച് ചെയ്യട്ടെ. എൻ്റെ കൈ. ഷൈനി രതീഷ്, ഏത് പാട്ടാണ് ഏറ്റവും ഇഷ്ടം? എനിക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. എല്ലാ പാട്ടുകളും എന്ന് പറഞ്ഞാൽ കേൾക്കാൻ സുഖമുള്ള എല്ലാ പാട്ടും ഇഷ്ടമാണ്. അല്ലാതെ ഇങ്ങനെ ഇപ്പം എൻ്റെ പപ്പ പാട്ട് പാടും, അപ്പം നല്ല കുറേ പാട്ടുകൾ, പഴയ കുറേ ദാസേട്ടൻ്റെ പാട്ടുകളൊക്കെ കേൾപ്പിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കേട്ട് ശീലിച്ചുകൊണ്ടായിരിക്കണം കുറച്ച് കേൾക്കാൻ സുഖമുള്ള സാധനങ്ങളാണ് കൂടുതലും ഇഷ്ടം. സെബിൻ ചോദിക്കുന്ന നാട് എവിടെയാണ്? കോഴിക്കോട്. ഓക്കെ, ഐ എം ഗെറ്റിംഗ് മെസ്സേജ്. വെയിറ്റ്. അഫ്താബ് പറയുന്ന ലൈവിൽ ഇനിയും വരണം, നൈസാണെന്ന്. ശരിക്കും? ഓക്കെ, വെയിറ്റ്. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ വിചാരിക്കുന്നു സമയം, ഇപ്പം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കുറേയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിക്കണം. യാ, എനിവേസ് താങ്ക് യു സോ മച്ച്. ഞാൻ കുറച്ച് സൈലൻ്റാണ്, അല്ലെങ്കിൽ കുറച്ച് ഒരു കാം ടൈപ്പാണ്, എന്നാലും ഞാൻ മാക്സിമം സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിവേസ് താങ്ക് യു സോ മച്ച്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ കൺവേ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ക്വസ്റ്റ്യൻസൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് കുറേ ഒഫൻഡിങ് ക്വസ്റ്റ്യൻസ് വന്ന് ഞാൻ പെട്ടുപോകുമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല. അഫ്താബ് പറയുന്നു ടെസ്റ്റിൻ്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അഫ്താബ് എനിക്ക് പൈസ അയച്ചു തരാമെന്ന്. വേണ്ട അഫ്താബേ, ആവശ്യം വരുമ്പോൾ ഞാൻ
വന്ന് ചോദിച്ചാളാം ഇവിടെ അടുത്തെവിടെയൊന്നല്ലേ പറഞ്ഞത് വീട്. അപ്പോൾ എനിവേസ് ഒരു പാട്ട് പാടുമെന്ന് പിന്നെ റിക്വസ്റ്റ് ഉണ്ട്. വിൽ വൈൻഡപ്പ് അല്ലേ, സമയമായി. ഇനിയിപ്പോൾ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിക്കണം, എന്തെങ്കിലുമൊക്കെ പരിപാടി, അടുത്ത പരിപാടി നോക്കട്ടെ. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഫസ്റ്റ് തിങ് ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരെയും വിളിച്ച് അന്വേഷിക്കുക, വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, പുറത്തുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും സംസാരിക്കുക, കുറച്ചുകൂടെ പറ്റുന്ന രീതിയിൽ അവർക്ക് സ്ട്രെങ്ത്ത് കൊടുക്കുക, അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. എനിവേസ് മുൻപേ പാടാൻ പോവാണേ, എല്ലാവരും പിടിച്ചിരുന്നോണം. ഓക്കെ. கேட்டேன் என்னை நானே நானியா நெஞ்சம் சொன்னதே முன்பே வா என் அன்பே வா உடவா உயிரே வா முன்பே வா என் அன்பே வா பூ பூவாய் பூ പൂവായ്. ഓക്കെ. അപ്പോൾ എനിവേസ് താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. വെള്ളത്തിൻ്റെ കാര്യം മറക്കണ്ട. ഡ്രിങ്ക് lots of water. Take care. Have a good time. Let's break the chain. Thank you.